ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ആത്മനദിയായൊഴുകി എന്നിൽ ഇന്നു വാ, ആത്മശക്തിയായൊഴുകി എന്നിൽ ഇന്നു വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഒരു നിമിഷം നമ്മൾക്ക് നമ്മളെ തന്നെ ശാന്തമാക്കാം. 10 ദിവസ ധ്യാന ചിന്തകളിലൂടെ ഒരുങ്ങി പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നമ്മളെല്ലാവരും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുക. നമ്മിലും കുടുംബത്തിലും എല്ലാവരിലും നിയോഗങ്ങൾ വെച്ച് ഈ 10 ദിവസവും പ്രാർത്ഥിക്കുന്ന എല്ലാവരിലും അവരുടെ നിയോഗങ്ങളിലും എല്ലാം ആത്മാവിൻ്റെ നിറവ് ഉണ്ടാകുന്നതിന് വേണ്ടി നമ്മൾ ഒന്ന് ചേർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ 10 ദിവസവും നമ്മളെല്ലാവരും, ഞാനും നമ്മളെല്ലാവരും ചെയ്യണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നാം ശ്രദ്ധിക്കേണ്ട 4 കാര്യങ്ങളെന്ന് പറഞ്ഞ് ഈ 10 ദിവസ ധ്യാന ചിന്തകൾ തുടങ്ങുന്നതിന് മുമ്പ് പെന്തക്കോസ്ത് തിരുനാളിന് പ്രാരംഭ ഒരുക്കം എന്ന് പറഞ്ഞ് ഒരു വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ തന്നിരുന്നുവല്ലോ. അതിൽ 4 കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത്. ഈ 10 ദിവസങ്ങളിലും വിശുദ്ധ കുർബാന നിങ്ങൾ മുടക്കരുത്. ദേവാലയത്തിൽ പോയിരുന്ന് വിശുദ്ധ കുർബാനയ്ക്ക് പോകുമ്പോഴല്ല, നീ മറ്റ് സമയങ്ങളിൽ എപ്പോഴെങ്കിലും ദേവാലയത്തിൽ പോയിരുന്ന് ഈശോയോട് സംസാരിക്കണം. നിങ്ങളുടെ നിയോഗങ്ങൾ ഈശോയുടെ കയ്യിലേക്ക് കൊടുക്കണം, പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ആഗ്രഹിച്ച്. 3-ാമത്തെ കാര്യം, ഈ ദിവസങ്ങളിൽ സന്ധ്യാപ്രാർത്ഥന വീട്ടിൽ നിങ്ങൾ മുടക്കരുത്. 4, നമ്മുടെ ഇതുവരെയുള്ള ജീവിതത്തെ ആത്മപരിശോധന ചെയ്ത് ഒരു നല്ല കുമ്പസാരം, മനസ്സ് തുറന്നുള്ള ഒരു നല്ല കുമ്പസാരം നമ്മൾ നടത്തണം. ആത്മാവിൻ്റെ നിറവ് നമ്മളുണ്ടാകാൻ ആഗ്രഹിച്ചുകൊണ്ട്. പ്രിയപ്പെട്ടവരെ, ഒരു നിമിഷം ഇന്നത്തെ വചനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതിന് മുമ്പ്, ഇന്നത്തെ ധ്യാന ചിന്തകളിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം നമ്മുടെ നിയോഗങ്ങളെ നമുക്ക് ഒന്നോർക്കാം. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ ജീവിത പങ്കാളിയെ, കുടുംബത്തെ, സ്വപ്നങ്ങളെ, ആഗ്രഹങ്ങളെ, ബുദ്ധിമുട്ടുകളെ, വേദനകളെ, രോഗാവസ്ഥകളെ ഒക്കെ നമുക്ക് ഓർക്കാം. ആത്മാവിൻ്റെ നിറവ് ആഗ്രഹിക്കുന്ന എല്ലാ നിയോഗങ്ങളും നമുക്ക് ഓർക്കാം. ഈശോയെ, ഇതാ ഞങ്ങളൊന്നു ചേർന്ന് നിൻ്റെ കയ്യിലേക്ക് തരിക. ഞങ്ങളുടെ നിയോഗങ്ങളെ ആത്മാവിൻ്റെ നിറവെ ആഗ്രഹിച്ചു തരിക. പരിശുദ്ധാത്മാവേ, നിറയണമേ, നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകണമേ. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, 3-ാം ദിവസ ധ്യാന ചിന്തകളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായം 5 മുതൽ 13 വരെയുള്ള വചനഭാഗമാണ് നമ്മൾ ഇന്ന് ധ്യാന വിഷയമാക്കുന്നത്. ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ 11-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 13 വരെയുള്ള വചനഭാഗമാണ് ആദ്യം നമ്മൾ കാണുക. അതിനുശേഷം നമുക്ക് 11-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 8 വരെയുള്ള വചനഭാഗം കാണാം. 9-ാം വാക്യം ഇങ്ങനെയാ പറയുക: ഞാൻ നിങ്ങളോട് പറയുന്നു, ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും; അന്വേഷിക്കുവിൻ, നിങ്ങൾ കണ്ടെത്തും; മുട്ടുവിൻ, നിങ്ങൾക്ക് തുറന്നു കിട്ടും. എന്തെന്നാൽ ചോദിക്കുന്ന ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്ന ഏവനും കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറന്നു കിട്ടുകയും ചെയ്യും. 9-ാം വാക്യത്തിൽ പറഞ്ഞത് ചോദിക്കുന്നവന് ലഭിക്കും, അന്വേഷിക്കുന്നവൻ കണ്ടെത്തും, മുട്ടുന്നവൻ തുറന്നു കിട്ടും. 10-ാം വാക്യത്തിലേക്ക് വന്നപ്പോൾ കുറച്ചുകൂടി ഉറപ്പിച്ചിട്ട് ഈശോ പറയുകയാ, അന്വേഷിക്കുന്നവൻ കണ്ടെത്തും, ചോദിക്കുന്നവന് ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറന്നു കിട്ടുകയും ചെയ്യുന്നു. ഉറപ്പിച്ച് പറയുകയാണ് ഈശോ, ഉറപ്പിച്ച് പറയുക. ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ 11-ാം അധ്യായത്തിൻ്റെ 11 മുതൽ 13 വരെയുള്ള വചനഭാഗം
നിങ്ങളിൽ ഏതൊരു പിതാവാണ് മകൻ മീൻ ചോദിച്ചാൽ പകരം പാമ്പിനെ കൊടുക്കുന്നത്? മുട്ട ചോദിച്ചാൽ പകരം തേളിനെ കൊടുക്കുന്നത്? മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകാൻ ദുഷ്ടരായ നിങ്ങൾക്ക് അറിയാമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്ര അധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല എന്നതല്ല, നൽകത്തില്ല എന്നല്ല. നൽകുകയില്ല എന്നത് ഒരു ഭാഷയുടെ ഇതാണ്. നൽകാതിരിക്കുമോ എന്ന ചോദ്യം പോലെ ഉള്ള ഒന്നാണ്. മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകാൻ നിങ്ങൾക്ക് അറിയാമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയധികമായി, നീ ചോദിക്കുന്നതിനേക്കാൾ കൂടുതലായി തരും. ആരെ തരും? പരിശുദ്ധാത്മാവിനെ തരും. അതായത് ദൈവത്തോട് ചോദിക്കുന്ന തൻ്റെ മക്കൾക്ക് ദൈവം കൊടുക്കുന്ന ഏറ്റവും വലിയ സമ്മാനമാണ്, ദാനമാണ് പരിശുദ്ധാത്മാവ്. ഇനിയും ദൈവത്തോട് നമ്മൾ എങ്ങനെയാണ് ചോദിക്കേണ്ടത്? ദൈവത്തോട് നമ്മൾ എങ്ങനെയാണ് ചോദിക്കേണ്ടത്? ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായം 9-ാം വാക്യം, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. ഈ വചനത്തിൻ്റെ ഗ്രീക്കിലുള്ള അർത്ഥം അറിയാവുന്നവര് ഒക്കെ പറഞ്ഞിരിക്കുന്നത്, ഞാൻ കേട്ടിരിക്കുന്നത്, നിങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കണം, നിങ്ങൾ അന്വേഷിച്ചുകൊണ്ടേയിരിക്കണം, നിങ്ങൾ മുട്ടിക്കൊണ്ടേയിരിക്കണം. നിങ്ങളുടെ നിയോഗങ്ങൾക്ക് വേണ്ടി ഈശോയുടെ സന്നിധിയിൽ വരുമ്പോൾ നിങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കണം. ഒരു കുഞ്ഞ് അപ്പനോട് തൻ്റെ ആവശ്യങ്ങൾ നിറവേറിക്കിട്ടുവോളം അവൻ്റെ കാലിൽ പിടിച്ചിരുന്ന് ചോദിക്കുന്നത് പോലെ നീ ചോദിച്ചുകൊണ്ടേയിരിക്കണം, നീ അന്വേഷിച്ചുകൊണ്ടേയിരിക്കണം, നീ മുട്ടിക്കൊണ്ടേയിരിക്കണം. എനിക്ക് ഉത്തരം തരുന്നത് വരെ നിന്നെ ഞാൻ വിട്ടുപോകില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കണം. അതിന് കുറച്ചുകൂടി ക്ലാരിറ്റി നമുക്കിപ്പോൾ കിട്ടും. അതിനാണ് ഈ വചനത്തിൻ്റെ 1-ാം ഭാഗം. നീ ഒരു കാര്യം ചോദിച്ചു, തമ്പുരാനോട് നീ ചോദിച്ചത് തമ്പുരാന്റെ ഹിതം ആകുന്നത് വരെ, നീ ചോദിച്ചത് നിനക്ക് ലഭിക്കുവാൻ തമ്പുരാന്റെ ഹിതം ആകുന്നത് വരെ നീ വിശ്വാസം കൈവിടാതെ, മടുപ്പ് തോന്നാതെ, തളരാതെ, നിരാശരാകാതെ ചോദിച്ചുകൊണ്ടേയിരിക്കണം, അന്വേഷിച്ചുകൊണ്ടേയിരിക്കണം, മുട്ടിക്കൊണ്ടേയിരിക്കണം. ഇങ്ങനെ മനസ്സറിഞ്ഞ് നീ ആഗ്രഹിച്ച് ചോദിച്ചാൽ നിനക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കും. ഇങ്ങനെ മനസ്സറിഞ്ഞ് നീ ചോദിച്ചാൽ നിന്റെ എല്ലാ പ്രാർത്ഥനകൾക്കും നിനക്ക് ഉത്തരം കിട്ടും. നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ഹിതം ആകുന്നത് വരെ ചോദിച്ചുകൊണ്ടേയിരിക്കുവാൻ, അന്വേഷിച്ചുകൊണ്ടേയിരിക്കുവാനുള്ള, മുട്ടിക്കൊണ്ടേയിരിക്കുവാനുള്ള ഒരു മനസ്സ് കിട്ടാൻ നമ്മൾ പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം. ഇത് നമുക്ക് മനസ്സിലാക്കി തരാനാണ് ഈശോ ഇന്നത്തെ വചന ഭാഗത്തിൻ്റെ 1-ാം ഭാഗം ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ 11-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 8 വരെയുള്ള വചനഭാഗം നമുക്ക് പറഞ്ഞു തന്നത്. അവിടെ എന്താ നമ്മൾ കാണുക? അവൻ അവരോട് പറഞ്ഞു, നിങ്ങളിൽ ഒരുവന് ഒരു സ്നേഹിതനുണ്ടായിരിക്കട്ടെ. അർദ്ധരാത്രിയിൽ അവൻ്റെ അടുത്ത് ചെന്ന് അവൻ പറയുന്നു, വൈകിട്ടല്ല, രാത്രി ആരംഭിച്ച സമയമല്ല, അർദ്ധരാത്രിയിൽ, കുറച്ച് ബുദ്ധിമുട്ടുള്ള സമയം. നമ്മളെയൊക്കെ സംബന്ധിച്ച് നമ്മളെ ഒന്ന് വിചിന്തന വിഷയമാക്കി നോക്കിയാൽ മതി. അർദ്ധരാത്രിയിൽ നമ്മുടെ ഉറക്കം ആരെങ്കിലും ഒന്ന് കിടത്തിയാൽ നമുക്ക് എന്തോരം അസ്വസ്ഥതയുണ്ടാവും. ആ ഒരു സമയത്താണ് ഈ മനുഷ്യൻ അവൻ്റെ സ്നേഹിതൻ്റെ അടുത്ത് ചെല്ലുന്നത്. അർദ്ധരാത്രിയിൽ സ്നേഹിതൻ്റെ അടുത്ത് ചെന്ന് പറയുകയാണ്, സ്നേഹിതാ, എനിക്ക് 3 അപ്പം വായ്പ നൽകുക. ഈ നട്ടപ്പാതിരാത്രിക്ക് ഒരു സ്നേഹിതൻ എൻ്റെ അടുത്ത് വന്നിരിക്കുന്നു, അവന് കൊടുക്കാൻ എൻ്റെ കയ്യിൽ ഒന്നുമില്ല, അതുകൊണ്ട് ഒരു 3 അപ്പം എനിക്ക് തരിക. എൻ്റെ കയ്യിൽ ഒന്നുമില്ല. താൻ ചോദിക്കുന്ന സ്നേഹിതൻ്റെ കയ്യിൽ തനിക്ക് വേണ്ടത് ഉണ്ടെന്ന് മനസ്സിലാക്കി അവൻ ചോദിക്കുന്നത് 3 അപ്പം തരികയെന്ന്. നിങ്ങൾക്ക് വചനം മനസ്സിലായോ? നിങ്ങൾ ജീവിതത്തിലെ ഏത് ഉത്തരം കിട്ടാത്ത ജീവിത സാഹചര്യത്തിലൂടെ, ഏത് പ്രതിസന്ധികളിലൂടെ നിങ്ങൾ പോയാലും നിങ്ങൾ മനസ്സിലാക്കണം,
നീ ചോദിക്കുന്നത് തരാൻ. നീ ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോഴും ഉത്തരം കിട്ടാത്ത അവസ്ഥയിലും നിനക്ക് ഉത്തരം തരാൻ ശക്തനായവൻ ദൈവം മാത്രമാണ്. അവൻ്റെ കയ്യിൽ നിനക്കുള്ള ഉത്തരവുണ്ട്. അത് മനസ്സിലാക്കി ചോദിക്കണം. എങ്ങനെയാണ് ചോദിക്കേണ്ടത്? ഉത്തരം കിട്ടുവോളം ചോദിക്കണം. അതാണ് ഈ സ്നേഹിതൻ ഇനി നമുക്ക് കാണിച്ചു തരുന്നത്. ഉത്തരം കിട്ടുവോളം ചോദിക്കണം. വചനത്തിലേക്ക് വരാം. നമുക്ക് വചനത്തിലേക്ക് വരാം. ഇവിടെ ഒരാള് വാതിൽ മുട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഇപ്പോഴും വാതിൽ മുട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ്. മൂന്നപ്പം ദാ സ്നേഹിത, മൂന്നപ്പം ദാ സ്നേഹിത എന്ന് പറഞ്ഞ് വാതിൽ മുട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ്. ലൂക്കായുടെ സുവിശേഷത്തിന്റെ 11-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം, അപ്പോൾ അവന്റെ സ്നേഹിതൻ അകത്ത് നിന്ന് മറുപടി പറയുന്നു, എന്നെ ഉപദ്രവിക്കരുത്, കഥ കടച്ചു കഴിഞ്ഞു, എന്നെ ഉപദ്രവിക്കരുത്, എൻ്റെ കുഞ്ഞുങ്ങളും എൻ്റെ കൂടെയുണ്ട്, എഴുന്നേറ്റ് നിനക്ക് ഒന്നും തരാൻ സാധിക്കുകയില്ല. ലൂക്കായുടെ സുവിശേഷത്തിന്റെ 11-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത് ഇതാണ്. ഒരുവൻ വന്ന് അവന്റെ സ്നേഹിതനോട് ചോദിക്കുകയാ, അർദ്ധരാത്രിയിൽ ഒരു 3 അപ്പം തരുവോ, 3 അപ്പം തരുവോ? അവനകത്ത് നിന്ന് പറയുകയാണ്, ഈ രാത്രിയിൽ എഴുന്നേറ്റ് വരാൻ പറ്റില്ല, എൻ്റെ കുഞ്ഞുങ്ങൾ, എൻ്റെ കുടുംബം എൻ്റെ കൂടെ കിടക്കുന്നു, ഈ രാത്രിയിൽ ഇവിടെ നിന്ന് എഴുന്നേറ്റ് വന്ന് നിനക്കൊന്നും തരാൻ പറ്റില്ല, എന്നെ ഉപദ്രവിക്കരുത്, എന്നെ ഉപദ്രവിക്കരുത്, നീ പോ. വീടിൻ്റെ അകത്ത് നിന്നുള്ള സ്നേഹിതന്റെ മറുപടി ഇപ്പോൾ സാധിക്കത്തില്ല. ദൈവത്തിൻ്റെ ഹിതം ആയിട്ടില്ല. നമ്മൾ നമ്മിലേക്ക് തന്നെ ഒന്ന് ചിന്തകളെ കടത്തിവിടാം. ദൈവത്തോട് ഇതുവരെയുള്ള എൻ്റെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചോദിച്ചിട്ടില്ലേ? ചിലത് ചോദിച്ചപ്പോൾ ആഗ്രഹിച്ച സമയത്ത് തന്നെ കിട്ടി, ചിലത് കിട്ടാൻ താമസിച്ചപ്പോൾ വിശ്വാസം നഷ്ടപ്പെടുത്തി നമ്മൾ കളഞ്ഞിട്ടില്ലേ? ചിലത് കിട്ടാൻ താമസിച്ചപ്പോ ദൈവത്തെ തള്ളി പറഞ്ഞിട്ടില്ലേ? ചിലത് കിട്ടാൻ താമസിച്ചപ്പോ കുറ്റപ്പെടുത്തിയിട്ടില്ലേ ദൈവത്തെ? ചിലത് കിട്ടാൻ താമസിച്ചപ്പോ ദൈവഹിതത്തിന് കാത്തിരിക്കാതെ നമ്മൾ വഴി പറഞ്ഞിട്ടില്ലേ? അപ്പുറത്തേക്ക് നോക്കി, ഇപ്പുറത്തേക്ക് നോക്കി, അയൽവക്ക വീട്ടിലേക്ക് നോക്കി നമ്മൾ പറഞ്ഞു, അവിടെ എന്ത് സമ്പത്ത്, അവിടെ എന്ത് അനുഗ്രഹങ്ങൾ, എന്താ ഞാൻ ചോദിക്കുന്നത് തരാത്തത്? എത്ര തവണ നമ്മൾ പറഞ്ഞിട്ടുണ്ട്? ചോദിക്കാം നമ്മളോട് തന്നെ. ആത്മപരിശോധന ചെയ്യേണ്ട ദിനമാണിന്ന്. ആത്മപരിശോധന ചെയ്യേണ്ട ദിനം. വീടിന്റെ അകത്തുള്ളവന്റെ കയ്യിൽ നിന്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമുണ്ട്. അവന്റെ ഹിതമാകുന്നത് വരെയും ആ വീടിന്റെ വാതിൽ വിട്ടുപോകാതെ, ആ വീടിന്റെ വാതിൽ നീ മുട്ടിക്കൊണ്ടേയിരിക്കണം മക്കളെ, മുട്ടിക്കൊണ്ടേയിരിക്കണം. ലൂക്കായുടെ സുവിശേഷത്തിന്റെ 11-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം, ഇവിടെ ഒരാൾ വാതിൽ മുട്ടിക്കൊണ്ടേയിരിക്കുകയാ. നിനക്ക് ഈ അർദ്ധരാത്രിയിൽ എഴുന്നേറ്റ് വന്ന് ഉത്തരം തരാൻ നീ ആഗ്രഹിക്കുന്നത് നിനക്ക് തരാൻ പറ്റില്ല മകനെ, നീ തിരിച്ചു പോ, നീ തിരിച്ചു പോ, എൻ്റെ കുടുംബം എൻ്റെ കൂടെയുണ്ട്, എന്നെ ഉപദ്രവിക്കരുതെന്ന് പറഞ്ഞ സ്നേഹിതൻ. പക്ഷേ ലൂക്കായുടെ സുവിശേഷത്തിന്റെ 11-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത് ഇങ്ങനെയാ. ഇവിടെ ഒരാൾ വാതിൽ മുട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. അവൻ ചോദിച്ചത് സാധിച്ചു കിട്ടുവോളം അവൻ വാതിൽ മുട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. അവൻ ഈ അർദ്ധരാത്രിയിൽ ഈ 3 അപ്പം ചോദിക്കാൻ ഇനി മറ്റൊരിടമില്ല. ഈ ഇടമല്ലാതെ, ഈ സ്നേഹിതനല്ലാതെ മറ്റൊരു സ്ഥലമില്ല. അതുകൊണ്ട് അവൻ ആ വീടിന്റെ വാതിക്കൽ മുട്ടി 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 ആ വീടിന്റെ വാതിൽ തുറക്കുവോളം അവിടെ നിൽക്കുകയാണ്. ലൂക്കായുടെ സുവിശേഷത്തിന്റെ 11-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം, അവൻ സ്നേഹിതനാണ് എന്നതിന്റെ പേരിൽ അവൻ ഒന്നും കൊടുക്കുകയില്ല എങ്കിൽ തന്നെ അവന്റെ നിർബന്ധം നിമിത്തം എഴുന്നേറ്റ് അവന് വേണ്ടത് നൽകും. അവന്റെ നിർബന്ധം നിമിത്തം അവന് എഴുന്നേറ്റ് അവന് വേണ്ടത് നൽകും. അവൻ ഈ അർദ്ധരാത്രിയിൽ പോകാൻ മറ്റൊരു ഇടമില്ല എന്ന് തിരിച്ചറിഞ്ഞ് അവൻ ആ വാതിലില് അവൻ വരുവോളം, തന്റെ സ്നേഹിതൻ വരുവോളം, അവന്റെ ഹിതമാകുവോളം മുട്ടി 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 നിന്നപ്പോ അങ്ങ് നിർബന്ധ നിമിത്തം, അവന്റെ നിർബന്ധ നിമിത്തം എഴുന്നേറ്റ് വന്ന് അവന് ഉത്തരം കൊടുക്കുന്നു. അവന് ഈ 3 അപ്പം അവൻ ആഗ്രഹിച്ചതുപോലെ കൊടുക്കുന്നു. സ്നേഹിതനായത് കൊണ്ടല്ല, മറിച്ച് അവൻ ഈ അർദ്ധരാത്രിയിൽ 3 അപ്പം ചോദിച്ചപ്പോ അവൻ ഹിതമാകുന്നത് വരെ, അവൻ്റെ സ്നേഹിതൻ്റെ ഹിതമാകുന്നത് വരെ അവൻ വിട്ടുപോകാതെ, അവൻ്റെ താല്പര്യങ്ങൾ നോക്കാതെ, അവൻ്റെ സമയം നോക്കാതെ, അവൻ്റെ ആഗ്രഹങ്ങൾ നോക്കാതെ അവൻ ചോദിച്ചു കൊണ്ടിരുന്നത് കൊണ്ട്, അവൻ മുട്ടിക്കൊണ്ടിരുന്നത് കൊണ്ട്, അവൻ അന്വേഷിച്ചു കൊണ്ടിരുന്നത് കൊണ്ട് അവന് ആ 3 അപ്പം എഴുന്നേറ്റ് കൊടുക്കുന്നു. ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം,
അവൻ്റെ നിർബന്ധ നിമിത്തം എഴുന്നേറ്റ് അവന് വേണ്ടത് നൽകും. അവൻ്റെ നിർബന്ധ നിമിത്തം അവൻ എഴുന്നേറ്റ് അവന് വേണ്ടത് നൽകും. അവൻ്റെ നിർബന്ധ നിമിത്തം എഴുന്നേറ്റ് അവന് വേണ്ടത് നൽകും. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഒരു നിമിഷം നമ്മെ തന്നെ നമുക്ക് ശാന്തമാക്കാം. നമ്മുടെ മനസ്സുകളെ ശാന്തമാക്കാം. എത്ര തിരക്കുകൾ നിറഞ്ഞ ജീവിതത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നതെങ്കിലും ഒരു നിമിഷം നമ്മളെ തന്നെ ശാന്തമാക്കാം. നമുക്ക് മനസ്സിലേക്ക് നമ്മുടെ നിയോഗങ്ങളെ കൊണ്ടുവരാം. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ളതാവാം, നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് വേണ്ടിയുള്ളതാവാം, നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയുള്ളതാവാം, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറുന്നതിന് വേണ്ടിയുള്ളതാവാം. നിങ്ങളുടെ നിയോഗങ്ങൾ എന്തുമായിക്കോട്ടെ, രോഗങ്ങൾ മാറുന്നതിന് വേണ്ടിയുള്ള എന്തുമായിക്കോട്ടെ നിങ്ങളുടെ നിയോഗങ്ങൾ. ആ നിയോഗങ്ങൾ നമുക്ക് നമ്മുടെ കയ്യിലേക്ക് പിടിക്കാം. ഈശോയെ, ദേ ഞാൻ നിൻ്റെ മുമ്പിൽ എൻ്റെ നിയോഗങ്ങൾ എടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ്. എനിക്ക് ഉത്തരം കിട്ടാതെ ഞാൻ നിന്നെ വിട്ടുപോകില്ല. എൻ്റെ നിയോഗങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവുണ്ടാവാതെ ഞാൻ നിന്നെ വിട്ടുപോകില്ല. ഞാൻ നിന്നെ വിട്ടുപോകില്ല. അതുവരെയും ഞാൻ വാതിൽ മുട്ടിക്കൊണ്ടിരിക്കും. ഈശോയെ, നിന്റെ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈശോയെ, നിന്റെ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ഞങ്ങൾ അത്രത്തോളം ആഗ്രഹിക്കുന്നു. ഈശോയെ, ശിഷ്യന്മാരിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവേ നിറയണേ, നിറഞ്ഞ് കവിഞ്ഞൊഴുകണേ ഞങ്ങളുടെ ജീവിതത്തിൽ. എൻ്റെ ജീവിതത്തിലേക്ക്, എൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലേക്ക്, എൻ്റെ കുടുംബത്തിൻ്റെ എല്ലാ ജീവിതാവസ്ഥകളിലേക്ക്, ഈ ലോകത്തിലെ എല്ലാ യുവജനങ്ങളുടെ മേല്, എല്ലാ കുടുംബങ്ങളുടെ മേല് തമ്പുരാനേ നിന്റെ ആത്മാവിൻ്റെ നിറവുണ്ടാകണമേ. വിശ്വാസ ജീവിതത്തിൽ പ്രതിസന്ധി അനുഭവിക്കുന്നവരുടെ മേല് നിന്റെ നിറവുണ്ടാവണമേ, നിന്റെ നിറവുണ്ടാവണമേ. വിവാഹ ജീവിതത്തിന് തടസ്സം നിൽക്കുന്നവർക്ക് ആ തടസ്സം നീക്കി കൊടുത്ത പരിശുദ്ധാത്മാവേ നിന്റെ നിറവ് അങ്ങനെ വേദന അനുഭവിക്കുന്നവരുടെ ജീവിതത്തിലേക്കുണ്ടാവട്ടെ. ജോലി ലഭിക്കാതെ വേദനിക്കുന്നവരുടെ ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവേ നിന്റെ നിറവുണ്ടാവട്ടെ. അവർക്ക് ജോലി ലഭിക്കുവാൻ ഇടവരുത്തണമേ. കുടുംബനാഥനും കുടുംബനാഥയും ഒന്നിച്ച് ഒരു വീട്ടിൽ താമസിക്കുന്നുണ്ടെങ്കിലും സ്നേഹമില്ലാതെ കടന്നു പോകുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. സ്നേഹം നഷ്ടപ്പെട്ടു പോയി തകർച്ചയുടെ വക്കിൽ നിൽക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. ഈശോയുടെ സ്നേഹം പരിശുദ്ധാത്മാവിൻ്റെ നിറവിലൂടെ അവർക്ക് ലഭിക്കട്ടെ. അവര് എല്ലാം ഒരു നല്ല കുടുംബമായി തീരട്ടെ. ആത്മാവിൽ പരിശുദ്ധാത്മാവിന് വേണ്ടി ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. മാതാപിതാക്കളും മക്കളും തമ്മിൽ പ്രശ്നമുള്ളവര്, മാതാപിതാക്കളും മക്കളും തമ്മിൽ സ്നേഹമില്ലാത്തവര്, പിണങ്ങി ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. ആത്മാവിൻ്റെ നിറവുണ്ടാവട്ടെ അവരിൽ. സങ്കടങ്ങളുടെ, വേദനകളുടെ, പ്രതിസന്ധികളുടെ അവസ്ഥയിലൂടെ കടന്നു പോകുന്നവര്, നാളെ എൻ്റെ ജീവിതത്തെ ഞാൻ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും, ജീവിതത്തിലെ ക്ലേശങ്ങളുടെ പെരുമഴ പെയ്തിറങ്ങുന്നവര്, ആത്മാവിൻ്റെ നിറവുണ്ടാവട്ടെ അങ്ങനെയുള്ളവരിൽ. സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്ന കുടുംബങ്ങളിൽ ആത്മാവിൻ്റെ നിറവുണ്ടാവട്ടെ. അതൊക്കെ മാറിപ്പോകട്ടെ. സങ്കടങ്ങളും വേദനകളും ആകുലതകളും അസ്വസ്ഥതകളും മാറട്ടെ. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നീക്കി കുടുംബ സമാധാനമായി തീരട്ടെ. ആത്മാവിൻ്റെ നിറവിനായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ ഉള്ളിലേക്ക് നമുക്ക് നോക്കാം. ഈശോയോട് ചോദിച്ചിട്ട് ഉത്തരം കിട്ടാതെ ഇരുന്ന അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ടോ? ഈശോയെ, ഞാൻ നിന്നെ തള്ളി പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കുറ്റപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഇതാ ക്ഷമ ചോദിക്കുക. ഈശോയെ, നിന്റെ നിറവ്, പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ഉണ്ടാവട്ടെ. ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ചെറുതും വലുതുമായ രോഗാവസ്ഥകളിലൂടെ കടന്നു പോകുന്ന ഒരുപാട് പേരിലെ നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ അയൽവക്കങ്ങളിൽ നമുക്കറിയാവുന്നവര് എല്ലാ രോഗികൾക്കും വേണ്ടി പ്രാർത്ഥിക്കാം. ആത്മാവിൻ്റെ നിറവ് അവരിൽ ഉണ്ടാവട്ടെ. പൂർണ്ണമായ സൗഖ്യം അവർക്ക് ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. ജീവിതത്തിൻ്റെ ചില സാഹചര്യങ്ങളിൽ, പ്രതിസന്ധികളിൽ ഉത്തരം കിട്ടാതെ ഇനി എന്ത് ചെയ്യണം എന്ന് വേദനിക്കുന്നവരുണ്ട്. അവർക്ക് കൃത്യമായ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ലഭിക്കുന്നതിന് പ്രാർത്ഥിക്കാം നമുക്ക് ആത്മാവിൻ്റെ നിറവിനായിട്ട്. ഒരുപാട് പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട്, എല്ലാവരോടും സ്നേഹ അച്ഛ, എല്ലാവരോടും സ്നേഹ, പക്ഷേ അറിയാതെ ജീവിത പങ്കാളിയോട് ദേഷ്യപ്പെട്ടു പോവുക, പൊട്ടിത്തെറിക്കുക,
കുഞ്ഞുങ്ങളോട് അറിയാതെ പൊട്ടിത്തെറിച്ചു പോവുക, മാതാപിതാക്കളോട് അറിയാതെ പൊട്ടിത്തെറിച്ചു പോവുക, ജോലി ചെയ്യുന്ന ഇടങ്ങളിലൊക്കെ എല്ലാവരോടും ദേഷ്യപ്പെടുക. അങ്ങനെ ദേഷ്യം നിറഞ്ഞു നിൽക്കുന്നവരിൽ ഈശോയുടെ സ്നേഹം നിറയട്ടെ. ഈശോയുടെ സ്നേഹം നിറയട്ടെ. മദ്യപാനം, മയക്കുമരുന്ന്, ജഡിക ചിന്തകള്, ഇനിയും ഒരുപാട് മാരക പാപം ചെയ്തിട്ടും പശ്ചാത്താപമില്ലാതെ, അനുതാപമില്ലാതെ പാപത്തിൽ തന്നെ ഇങ്ങനെ ജീവിക്കുന്നവര്, ഞാൻ ചെയ്തോ ഇത് എല്ലാവരും ചെയ്യുന്നതല്ലേ എന്ന് ചിന്തിച്ചുകൊണ്ട് ജീവിക്കുന്നവര്, ആത്മാവിൻ്റെ നിറവ് ഉണ്ടാവട്ടെ, പശ്ചാത്താപം ഉണ്ടാവട്ടെ, അനുതാപം ഉണ്ടാവട്ടെ. മദ്യപാനം കുടുംബങ്ങളിൽ നിന്ന് അകന്നു പോകട്ടെ. മദ്യപാനം സമാധാനവും സന്തോഷം കുടുംബങ്ങളിൽ നിറയട്ടെ. നമ്മുടെ സഭയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം, നമ്മുടെ മാർപ്പാപ്പയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം, മെത്രാന്മാരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം, എല്ലാ വൈദികരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം, സന്യാസിനികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം, വൈദിക വിദ്യാർത്ഥികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരിലും ആത്മാവിൻ്റെ നിറവ്, പരിശുദ്ധാത്മാവിൻ്റെ നിറവ് സംഭവിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. സ്ലീഹന്മാരിൽ പെന്തക്കോസ്തായിൽ പറന്നിറങ്ങിയ പരിശുദ്ധാത്മാവേ നിറയണേ. ഞങ്ങളുടെ നിയോഗങ്ങളിലേക്ക് നിറയണേ. ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ടവരെ, ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിനെ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചാൽ, നമ്മൾ ഇന്നത്തെ വചനത്തിൽ കേട്ടില്ലേ, നീ മടുപ്പ് തോന്നാതെ നിനക്ക് ലഭിക്കുവോളം നീ ചോദിച്ചു കൊണ്ടിരുന്നാല്, നീ അവന്റെ വാതിൽ മുട്ടിക്കൊണ്ടിരുന്നാല്, നിന്റെ എല്ലാ ആഗ്രഹങ്ങൾക്കും സ്വപ്നങ്ങൾക്കുമുള്ള ഉത്തരം നിന്റെ വീടിന്റെ അകത്തുള്ളവന്റെ കയ്യിലുണ്ടെന്ന് തിരിച്ചറിഞ്ഞ്, നിന്റെ ദൈവത്തിന്റെ കയ്യിലുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് അവനോട് നമുക്ക് ചോദിക്കാം, ആഗ്രഹിച്ച് ചോദിക്കാം. അങ്ങനെ ആഗ്രഹിച്ച പരിശുദ്ധാത്മാവിനെ നമ്മൾ ചോദിക്കുമ്പോ പരിശുദ്ധാത്മാവ് നിന്റെ മേല് വരും, നിന്റെ കുടുംബത്തിന്റെ മേല് വരും, നിന്റെ നിയോഗങ്ങളുടെ മേലും അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആമേൻ. ആപത്തോ പട്ടിണിയോ നഗ്നത പോലും വന്നാലും, പീഡകളോ കുരിശുകളോ ജീവൻ തന്നെ പോയാലും, രക്ഷകന